വീടിന് ധനപരമായി മുമ്പോട്ട് പോവാൻ, ഒരു സമ്പാദ്യം നിലനിർത്താൻ എങ്ങനെ വാസ്തു നോക്കാം? വാസ്തുവിൽ 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ധനം എന്നുള്ളത് വാസ്തു തരുന്ന ഗ്യാരണ്ടി അല്ല, അതിന്റെ സാഹചര്യങ്ങൾ വാസ്തു ഒരുക്കി തരുന്നു. നമ്മളും കൂടി പരിശ്രമിക്കണം. നമ്മൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. ധനം വാസ്തു ഒരിക്കലും ധനം വാഗ്ദാനം ചെയ്യുന്നില്ല. എത്രയോ വർഷങ്ങളായി നിങ്ങൾ ധനത്തിന് വേണ്ടി ദൈവങ്ങൾക്ക് മുമ്പിൽ കാണിക്കയിട്ട് കാത്തിരിക്കുന്നു. ആ ദൈവത്തിന് പോലും കഴിയുന്നില്ല, അല്ലേ? അതെ. പക്ഷേ വാസ്തുവിന് കഴിയും. ദൈവത്തിനാൽ കഴിയാത്തത് വാസ്തുവിന് കഴിയും. ചിലപ്പോൾ ദൈവത്തിലൂടെ ആയിരിക്കാം. വിശ്വാസികൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. വാസ്തു രീതികളിൽ വടക്ക് കിഴക്ക് കുഴി, അതല്ലെങ്കിൽ സെലുലാർ, അതല്ലെങ്കിൽ കിണർ, അതല്ലെങ്കിൽ ബോറ്, വടക്ക് കിഴക്ക് ഒരു വാസ്തു ടെക്നീഷ്യൻ കാണിക്കുന്ന ആ ഡിഗ്രിക്കുള്ളിൽ ഒരു കിണർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുഴി സ്രോതസ് വരികയാണെങ്കിൽ, സെപ്റ്റി ടാങ്ക് ഒഴികെ മറ്റെല്ലാ കുഴി സ്രോതസ്സുകളും വരികയാണെങ്കിൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും ധനാഗമനം കൺഫേം, അതിലൊരു മാറ്റമില്ല. പക്ഷേ അത് നിലനിൽക്കണോ വേണ്ടേ എന്നുള്ളത് മറ്റ് ഡിഗ്രിയിൽ വരുന്ന ഫോൾട്ടാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഒരു ധനം നമുക്ക് കിട്ടണമെങ്കിൽ എവിടെയാണ് നമ്മുടെ എന്തൊരു മൂലയ്ക്കാണ് നമ്മൾ? ആ ഒരു റൂമാണോ അവിടെ വെക്കേണ്ടത്, ഹോളാണോ? ഇപ്പോൾ നമുക്ക് നോക്കും, കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്നു. കാരണം ഓരോ ദിക്കുകളും നമുക്ക് ഓരോ രീതികൾ പ്രാധാന്യം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കിഴക്ക് പുരുഷനെ നല്ലതാണ്. പുരുഷന് ക്ലിയർ, പുരുഷന് വേണ്ടിയുള്ള ദിക്കാണ് കിഴക്ക് പടിഞ്ഞാറും. സൂര്യ ദിക്ക അത് പുരുഷനെ അനുവദിക്കുന്നു. പുരുഷന്റെ ലാഭനഷ്ടങ്ങളെല്ലാം ഈ ദിക്കുകൾ തീരുമാനിക്കുന്നു. വടക്ക് തെക്ക് ഇത് സ്ത്രീകളുടെ ലാഭനഷ്ടങ്ങളെ തീരുമാനിക്കുന്നു. അപ്പോ ചില വീട് ആൺവീടായും ചില വീട് പെൺവീടായും ചില വീട് അലിവീടാവുന്നു. അപ്പോ കിഴക്കിന് പ്രാധാന്യമുള്ള വീടുകളെല്ലാം ആൺവീടാവുകയും വടക്കിന് പ്രാധാന്യമുള്ള വീടുകളെല്ലാം പെൺവീടാവുകയും വടക്കും കിഴക്കും ഒരേപോലെ പ്രാധാന്യമുള്ള വാസ്തു വീടുകൾ അലിവീടുകയും ചെയ്യുന്നു. അലിവീടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലൊന്നുമില്ല, അലി ആണും പെണ്ണും ചെയ്യുന്നത്. അതിൽ മനുഷ്യവർഗത്തിന് മാത്രമേ അലി അല്ലെങ്കിൽ അവരുടെ നമുക്കൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ മനുഷ്യൻ കഴിഞ്ഞ് മറ്റെല്ലാ കാറ്റഗറിയിലും അലിയ ഫസ്റ്റ് ക്വാളിറ്റി. ആൺമരം, പെൺമരം, അലിമരം, ആൺപാറ, പെൺപാറ, അലിപ്പാറ, ആൺലോഹം, പെൺലോഹം, അലോഹം, ഇങ്ങനെ ഒരുപാട് 3 കാറ്റഗറി. ഈ പ്രപഞ്ചത്തിൽ 3 കാറ്റഗറിയാണ്. 3 കാറ്റഗറി: ആൺ, പെൺ, അലി. നമ്മുടെ മതപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രകൃതി ഉണർത്തുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്ന സ്പിരിച്വൽ അറേഞ്ച്മെന്റിലോട്ട് കടന്നു വരിക. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയും ഒരുപാട് കള്ളത്തരവും ബിസിനസ്സും ഒരുപാട് മിസ്യൂസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെയും നമുക്ക് അന്വേഷണം തന്നെയാണ് വേണ്ടി വരുന്നത്. അപ്പം സാർ, മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരു വീട് പണിയുന്നതാണ്. ഇപ്പം ഇന്ന് നമ്മൾ നോക്കുമ്പം വീടൊക്കെ ഭയങ്കര അതിഗംഭീരമായി, 2 ബെഡ്റൂം, 2 മാസ്റ്റർ ബെഡ്റൂം, റൂമിൽ തന്നെ ബാത്റൂം, ഹോള്, കിച്ചൺ, ഭയങ്കര ഗംഭീരമായിട്ടാണ് പണിയുന്നത്. ഒരു സാധാരണക്കാരന് ഒരു വീട് പണിയണം, എന്തൊക്കെയാണ് ഒരു വാസ്തു നോക്കി എന്തൊക്കെ മതി ആ വീടിന്? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. വാസ്തു രീതികളിൽ ഒരുപാട് പഠനങ്ങളൊക്കെ അല്ല ഞങ്ങളെ പോലത്തെ ടെക്നീഷ്യന്മാർക്കാം. പക്ഷേ സാധാരണ ഒരു വീട് വെക്കുന്നവർ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. 5 കാര്യങ്ങൾ സീനിയോറിറ്റി ഒന്നും വേണ്ട. ഏത് കാര്യം മുന്നേയും പിന്നെയാവും. ഞാൻ പറയുന്നില്ലേ, പ്രധാന വാതിൽ, ബോർ അഥവാ കിണർ, സെപ്റ്റി ടാങ്ക്, അടുക്കള, ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, അതിന്റെ മേളിലുള്ള വാട്ടർ ടാങ്ക്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ വീട് 60% അബോ വാസ്തുയോഗ്യമാണ്. എന്തിന്? നിങ്ങൾ ഈ 5 കാര്യങ്ങളും ചെയ്യുമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ പോലും അടുത്ത വഴികൾ നിങ്ങളെ നല്ല രീതിയിൽ നയിക്കുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കിണർ കന്നിമൂലിലാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനോട് വർക്കാവാൻ തുടങ്ങും. അവിടെ നിന്ന് വരേണ്ട ഫോൾട്ട് ആ കിണർ വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളെ വ്യാപിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കിണർ കന്നിമൂലയിൽ കുറ്റി വെച്ച് നോക്കൂ, അതിനുശേഷം നിങ്ങളുടെ അടി ചറക്കും. ഇവിടെ കന്നിമൂലയിൽ കിണർ വയ്ക്കുന്ന മഹാന്മാരുണ്ടെന്നേ. ഈ വാസ്തു എന്നുള്ളത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, കന്നിമൂലയില് ബാത്റൂം പണിയാൻ എന്തപ്പോ പണിയാൻ പറ്റുന്ന എന്താണ് അവിടെ? കന്നിമൂലയിൽ ടോയ്ലറ്റ്, ഇത് എങ്ങനെ വർക്കാവുന്ന ഞാൻ പറഞ്ഞുതരാം. സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൂര്യൻ ഉദിക്കുന്നത് രാവിലെ 6:20 സൂര്യനെ നിങ്ങൾ കാണുന്നുള്ളൂ. അതിനു മുമ്പ് ഉദിക്കുന്ന സൂര്യനുണ്ട്, അരുണോദയം. ആദ്യം ഉദിക്കുന്ന അരുണങ്ങളാണ്, സോവാനം, അരുണോദയം. അത് കഴിഞ്ഞാണ് കിരണോദയം, അത് കഴിഞ്ഞാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്. സോ ഈ അരുണോദയത്തിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ അരുണോദയത്തിനാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അരുണോദയത്തിൽ കോസ്മിക് എനർജി ഒരുപാട് കടന്നു വരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ ഉണരുവാൻ പറയുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ അരുണോദയ സമയത്ത് വീടിനെ നമ്മൾ ഉണർന്ന് നമ്മൾ സൂര്യനെ നോക്കുക, അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം ആസ്വദിക്കുന്നത് പോലെ തന്നെ വീടിനെ ആസ്വദിപ്പിക്കാനും നമ്മൾ ചെയ്യുന്നതാണ് വാസ്തു. നമ്മളെപ്പോലെ തന്നെ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ തന്നെയാണ് വീടും സൂര്യ നമസ്കാരം ചെയ്യേണ്ടത്. ഈ ഭൂമി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ വീടും നമ്മളും ചുറ്റുകയാണ്, അല്ലേ?
അപ്പം നമ്മളെപ്പോലെ തന്നെ വീടും സൂര്യ നമസ്കാരം ചെയ്യണം. അതിനു വേണ്ടിയാണ് വാസ്തു രീതികളിൽ കെട്ടാൻ പറയുന്നത്. അതിന് ഇത്ര ഡിഗ്രി ലെഫ്റ്റ് ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട്. 4 ദിക്കിലും വീട് കെട്ടാൻ നിങ്ങൾക്ക്. എല്ലാവരും പറഞ്ഞ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ മാത്രമേ ഭയങ്കര, ഒരിക്കലില്ല. വടക്കിനേക്കാൾ കൂടുതൽ സമ്പന്ന തരുന്നതാണ് തെക്ക്. വടക്ക് തരുന്നില്ലെന്നല്ല, അതുപോലെ തെക്കിൽ നിങ്ങൾക്ക് സമ്പന്നതയുടെ അതിഭയങ്കര രഹസ്യങ്ങളുണ്ട്. ഒരുപാട് വലിയ വലിയ ജുവലേഴ്സ് എല്ലാം തെക്ക് നോക്കിയായിരിക്കുന്നത്, അറിയോ? തെക്ക് നോക്കി, വടക്ക് നോക്കി ഒരുപാട് സ്ത്രീ സംബന്ധമായ ലേഡീസ് ഹോസ്റ്റൽ, അതല്ലെങ്കിൽ ജുവലേഴ്സ്, സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വടക്കും തെക്കും ഫേസ് വയ്ക്കാം. അതിൽ ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഡോറ് ഇരിപ്പിടം, ഇത് രണ്ടേ പറ്റുള്ളൂ. ഇത് രണ്ടും നിർബന്ധമായി നിങ്ങൾ വാസ്തു നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ന്യൂമറോളജി. പക്ഷെ നിങ്ങളുടെ തുറന്ന് അകത്ത് കയറുന്ന അത് ഡോർ ഉച്ചഭാഗങ്ങളോട്ട് മാറ്റുക. ഉച്ചഭാഗം നിർണ്ണയിക്കാൻ ഒരു വാസ്തു ടെക്നീഷ്യന്റെ സഹായം അന്വേഷിക്കുക. പ്ലസ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഓഫീസിന്റെ മാക്സിമം വെയിറ്റ് എവിടെ ഇരിക്കണം എന്നുള്ളത് പരിശോധിക്കുക. ഒരു ടേബിൾ ആണെങ്കിൽ പോലും അതിനൊരു വാസ്തുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ടേബിളിൽ ഒരു വാസ്തു ഉണ്ടെന്നേ. ആ വാസ്തു യോഗ്യമായി ആ ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ച് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബാലൻസ് ചെയ്ത് അവിടെ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പരീക്ഷ നോക്കാം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, ഒരു നിസ്സാര കാര്യം, 1 രൂപയുടെ ചെലവില്ല. ഒരു വാസ്തു യോഗ്യമായ രീതികളിൽ നിങ്ങളുടെ ആ ഒരു ഹൈറ്റ് ആൻഡ് വെയിറ്റ് നിങ്ങൾ ടേബിളിൽ തന്നെ അറേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഇരുന്ന് നോക്കൂ. നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും.